ഒന്നുമില്ല, എല്ലാം തെറ്റാ പറഞ്ഞത്. കാരണം അദ്ദേഹം കുമ്പളങ്ങി തൊട്ട് എവിടെ വരെ ചെങ്കോട്ട വരെ എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ആ കുമ്പളങ്ങിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ വന്നു എന്നുള്ളത്, പുറത്തേക്ക് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ എൻ്റെ കാരണം പണ്ട് ഒരിക്കൽ ചാലക്കുടി അച്ഛൻ നിർത്താൻ അച്ഛനുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുരളിയേട്ടനും കൂടി ഉണ്ട്. രണ്ടുപേർ കൂടി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പിൻവാങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ അടിയുണ്ടായി. അപ്പോൾ അച്ഛനും അത് പിന്നെ മൈൻഡ് ചെയ്തില്ല. ആ സംഭവത്തിനെയാണ് പറയണത്. പോയി സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിച്ചു. എൻ്റെ സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിക്കാൻ കെ കരുണാകരന് വേറെ ആരുടെയെങ്കിലും സൗജന്യം വേണം എല്ലാത്തിനും. അതായത് അദ്ദേഹമായിരുന്നു ആ സമയത്ത് സോണിയാഗാന്ധിയായിട്ട് ഏറ്റവും അടുപ്പുണ്ടായിരുന്നെന്ന് കാണിക്കാനും. ഇപ്പോഴും സോണിയാഗാന്ധിയായിട്ട് മുഴുവൻ ബുക്ക് വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നണം. എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഭാവം മാത്രമേ നോക്കിയുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരനെ കെ മുരളീധരനെ KPC പ്രസിഡൻ്റ് ആക്കുന്ന കാര്യത്തിലും ശ്രീമതി സോണിയാഗാന്ധിക്ക് എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ഈ പറഞ്ഞ മാതിരി ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് രണ്ടുപേരും കെ മുരളീധരനെ പ്രസിഡൻറ്റും അന്ന് AK ആൻ്റണി സാറ് ഉമ്മൻചാണ്ടി സാറാണെന്ന് തോന്നുന്നു, അവർ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലാണ് അത് വന്നത്. അല്ലാണ്ട് ഇവരുടെ ആരും സൗജന്യമൊന്നുമല്ല. അത് നന്നായി കൊണ്ടു നടക്കുകയും ചെയ്തു അദ്ദേഹം. അത് കഴിഞ്ഞ് എൻ്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ ശ്രീ KV തോമസ് നേരെ AK ആൻ്റണിയുടെ അടുത്തേക്ക് പോയി, മാറി പിന്നെ അതിനുള്ള ഇതായിരുന്നു, ഇവിടെ നിന്നുള്ള ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ അകന്നു അദ്ദേഹമായിട്ട്. അത് കഴിഞ്ഞ് അതിന് മുമ്പും ഉണ്ടായിരുന്നു ബന്ധമെന്നാണ് പറയണത്. ഇവിടുത്തെ ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അന്വേഷിക്കാൻ കെ കരുണാകരൻ തയ്യാറായില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നാണ് പിന്നെ ശ്രീ പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോയത്. ഒരു കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന അല്ലെങ്കിൽ മനസ്സാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ KV തോമസ്. നമ്മളൊക്കെ ഒരു സ്വന്തം സഹോദരൻ്റെ മാതിരി വിചാരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗന്മാരെയാണ് അദ്ദേഹം ജീവിച്ചത്. കെ കരുണാകരൻ്റെ ആ കൈയില്ലെങ്കിൽ അദ്ദേഹം എവിടെയും എത്തില്ല. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു മിടുക്കുണ്ട്, എവിടെയും പൊത്തിപ്പിടിച്ച് കയറാനുള്ള. അങ്ങനെ അദ്ദേഹം കയറി പോയി എന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും അല്ലാണ്ടായി. ഇങ്ങനെ വരുന്നവരൊക്കെ അങ്ങനെ ആവുള്ളൂ. പക്ഷെ മരിച്ചുപോയൊരു മനുഷ്യൻ, അദ്ദേഹം നമുക്ക് നന്ദി ഇല്ല പോട്ടെ, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇതെല്ലാം കണ്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹം നാളെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വേണേൽ തെളിവോടുകൂടി പല സാധനങ്ങളും കാണിച്ചു തരാം. പിന്നെ കെ കരുണാകരനും സോണിയാഗാന്ധിയും കൂടി തെറ്റാൻ ഞാനൊരു കാരണമായി എന്നല്ലേ പറയണേ ഈ ഒരു ചെറിയ കാര്യത്തിന്. എന്താണ് കാരണം എന്നുള്ളത് പറയണമെങ്കിൽ എനിക്ക് കുറേ പറയേണ്ടി വരും. അത് ഇപ്പം ജീവിച്ചിരിക്കുന്ന സീനിയർ നേതാക്കളെ ഞാൻ വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോലുള്ളൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ അവരൊന്നും കുറ്റം പറഞ്ഞാൽ ശരിയല്ല.